Hi my dear friends, hope you are all doing well. ഇന്ന് നമുക്ക് H.H.Munro എഴുതിയ ദ ലംബർ റൂം എന്ന ഷോർട്ട് സ്റ്റോറി ഡിസ്കസ് ചെയ്യാം. ദ ലംബർ റൂം അദ്ദേഹം 1910 എഴുതിയത്. അതുപോലെ ഇത് പബ്ലിഷ് ചെയ്തത് 1914 അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷനായ ബീസ്റ്റ് ആൻഡ് സൂപ്പർ ബീസ്റ്റ് എന്നതിലാണ്. അതുപോലെ നമ്മുടെ H.H.Munroയുടെ പെണ്ണേമാണ് സാക്കി. ഇനി ഈ കഥയിലോട്ട് പോവുകയാണെങ്കിൽ നിക്കോളാസ് ആണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ. അപ്പം നിക്കോളാസ് എന്ന കുട്ടിയെക്കുറിച്ച് പറയുവാണെങ്കിൽ അവൻ ഭയങ്കര വികൃതിയാണ്, മിസ്റ്റീവിയസ് ആണ്. അതുപോലെ അവൻ ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്, ഡിസൊബീഡിയൻ്റ് ആണ്, ക്ലെവർ ആണ്, ഭയങ്കര റിബിലിയസ് ആണ്, അതുപോലെ ഭയങ്കര ഒബ്സർവൻ്റ് ആണ്. അവൻ ആരെയാണ് ഒബ്സർവ് ചെയ്യുന്നത് ഈ കഥയിൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആൻറ്റിയാണ് ഒബ്സർവ് ചെയ്യുന്നത്. ആൻറ്റിയുടെ റുട്ടീൻസും അതുപോലെ വീക്ക്നെസ്സും എല്ലാം അവനറിയാം. എല്ലാം അവൻ ഒബ്സർവ് ചെയ്ത് അവൻ്റെ കുരുത്തക്കേടുകളൊക്കെ പ്ലാൻ ചെയ്ത് അവനത് പ്രാവർത്തികമാക്കാറുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് ലംബർ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൺയൂസ്ഡ് പൊസഷൻസ്, മേ ബി അത് ഫർണിച്ചർ ആകാം, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹൗസ് ഹോൾഡ് ഐറ്റംസോ, അതും അല്ലെങ്കിൽ അൺയൂസ്ഡ് മാത്രമല്ല, അല്ലാതെ ഡെലിക്കേറ്റ് ഒബ്ജക്ട്സ്, അതായത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കാറുള്ള തട്ടിൻ പുറത്തുള്ള ഒരു റൂമിനെയാണ് ലംബർ റൂം എന്ന് പറയുന്നത്. നമുക്കിനി നമ്മുടെ സ്റ്റോറിയിലോട്ട് കടക്കാം. Lumber Room by H.H.Munro. The children were to be driven as a special treat to the sands at Jugbo. അപ്പോൾ കുട്ടികളെയൊക്കെ അതാണ് വേർ ടു ബി ഡ്രിവൺ എന്ന് പറയുന്നത്. ഒരു വണ്ടിയിലോ അല്ലെങ്കിൽ കാറിലോ കൊണ്ടുപോകുന്നതിനെയാണ് പറയുന്നത് വേർ ടു ബി ഡ്രിവൺ. അപ്പോൾ അവർക്ക് ഒരു സ്പെഷ്യൽ ട്രീറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയായിട്ട് അവരെ വെളിയിൽ കൊണ്ടുപോകാൻ പോവാണ്. സാൻഡ്സ് അറ്റ് ജഗ്ബോ എന്ന് ഉദ്ദേശിക്കുന്ന ഈ സാൻഡ്സ് റെഫർ ചെയ്യുന്ന ബീച്ചിൽ. അപ്പോൾ ബീച്ചിലാണ് അവരെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിക്കോളാസ് വാസ് നോട്ട് ടു ബി ഓഫ് ദ പാർട്ടി, ഹി വാസ് ഇൻ ഡിസ്ഗ്രേസ്. അപ്പോൾ ഈ നിക്കോളാസ് എന്ന കുട്ടിയെ അവരുടെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നില്ല, അവരുടെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി വാസ് ഇൻ ഡിസ്ഗ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ബാഡ്ലി ബിഹേവ് ചെയ്തുകൊണ്ട് അവനൊരു പണിഷ്മെൻ്റ് ആയിട്ട് അവനെ മാറ്റി നിർത്തുവാണ് ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റോറി നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. Only that morning he had refused to eat his wholesome bread and milk, claiming that there was a frog in it. അപ്പോൾ അന്ന് രാവിലെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അവൻ വിസമ്മതിച്ചു കഴിക്കാൻ വേണ്ടി. അവൻ ഹോൾസം എന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബ്രെഡും മിൽക്കും കഴിക്കാൻ വേണ്ടി അവൻ വിസമ്മതിച്ചു. അവൻ എന്താ ക്ലെയിം ചെയ്തെന്നറിയാവോ? അതിനകത്തൊരു ഫ്രോഗ് ഉണ്ടെന്ന്, ഒരു തവളയുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. Older and wiser and better people had told him that there could not possibly be a frog in his bread and milk and that he not to talk nonsense. അപ്പോൾ ഓൾഡർ ആൻഡ് വൈസർ ആൻഡ് ബെറ്റർ പീപ്പിൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അഡൾട്ട് ആയിട്ടുള്ള പീപ്പിളിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അതിനകത്ത് ഒരു ഫ്രോഗ് ഇല്ല, പോസിബിളി നിൻ്റെ ബ്രെഡ് ആൻഡ് മിൽക്കിൽ ഫ്രോഗ് ഇല്ല, തവള ഇല്ല, നീ ഇങ്ങനെ ഇരുന്ന് നോൺസെൻസ് സംസാരിക്കാതെ എന്ന് പറയുവാണ്. He continued to talk nonsense, describing with much detail the coloring and markings of the alleged frog. അപ്പോൾ അവൻ പിന്നെയും ഇത് തന്നെ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ ബ്രെഡും മിൽക്കിനകത്ത് എന്തുണ്ട്, ഫ്രോഗ് ഉണ്ട്, അതാണ് അവിടെ പറയുന്നത്. ഹി കണ്ടിന്യൂ ടു ടോക്ക് നോൺസെൻസ്. ഓക്കെ, അത് തന്നെ സംസാരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അവൻ ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി, വിശദീകരിക്കാൻ തുടങ്ങി ആ ഫ്രോഗിൻ്റെ കളറും അതുപോലെ ഫ്രോഗിൻ്റെ മാർക്കിങ്സും. അലീഗ്ഡ് ഫ്രോഗ് എന്ന് ഉദ്ദേശിക്കുന്ന അവൻ ആരോപിച്ച ഫ്രോഗ്, അതായത് അവൻ്റെ മിൽക്കിൽ ഉണ്ട് എന്ന് അവൻ പറയുന്ന ഫ്രോഗിനെ കുറിച്ചുള്ള ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. ദ ഡ്രാമാറ്റിക് പാർട്ട് ഓഫ് ദ ഇൻസിഡൻറ്റ് വാസ് ദാറ്റ് ദർ റിയലി വാസ് എ ഫ്രോഗ് ഇൻ നിക്കോളാസ് ബേസിൻ ഓഫ് ബ്രെഡ് ആൻഡ് മിൽക്ക്. He had put it there himself, so he felt entitled to do something about it. അപ്പോൾ ആക്ച്വലി ആ ഡ്രാമാറ്റിക് പാർട്ട് ഓഫ് ദി ഇൻസിഡൻറ്റ്, ആ ഇൻസിഡൻറ്റ് ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആക്ച്വലി അതിലൊരു ഫ്രോഗ് ഉണ്ട്. അതിൽ ആ ഫ്രോഗ് ഇട്ടതാരാന്ന് വെച്ചാൽ അവൻ തന്നെയാണ് ആ ഫ്രോഗിനെ എടുത്ത് അവൻ്റെ ഫുഡിൽ വെച്ചിരിക്കുന്നത്. You said there couldn't possibly be a frog in my bread and milk. There was a frog in my bread and milk, he repeated. അപ്പോൾ അവൻ പിന്നെയും പറയണം, നിങ്ങൾ എന്താ പറഞ്ഞത്, ഇതിൽ ഫ്രോഗ് കാണത്തില്ല എൻ്റെ ബ്രെഡ് ആൻഡ് മിൽക്കിൽ, പക്ഷേ ഇതിൽ ഫ്രോഗ് ഉണ്ട്. അവൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. So his boy cousin and girl cousin and his quite uninteresting young brother were to be taken to Jugbo Sands that afternoon and he was to stay at home. അപ്പോൾ അവൻ ഈ കുരുത്തക്കേട് പറഞ്ഞതുകൊണ്ടും കുരുത്തക്കേട് കാണിച്ചതുകൊണ്ടും ബോയ് കസിനെയും ഗേൾ കസിനെയും അതുപോലെ അവൻ്റെ യങ് ബ്രദറിനെ ക്വൈറ്റ് അൺഇൻട്രസ്റ്റിംഗ് എന്ന ക്യാരക്ടർ പറയുന്നത്. അങ്ങനെ ഈ 3 പേരെയും എവിടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു? ജഗ്ബോർ ബീച്ചിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു ആഫ്റ്റർനൂണിൽ. പക്ഷേ ഇവന് ആ കുരുത്തക്കേട് കാണിച്ചതുകൊണ്ട് അവന് പണിഷ്മെൻറ്റ്, അവൻ എവിടെ നിൽക്കണം? വീട്ടിൽ ഇരിക്കണം. His aunt had hastily invented the jugboat trick in order to impress on Nicholas the delight that he had justly abandoned by his disgraceful conduct at the breakfast table. പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മോശമായി ആരാ പെരുമാറിയത്? നിക്കോളാസ് പെരുമാറി, കുരുത്തക്കേട് കാണിച്ച്. അപ്പോൾ ആ ഒരു സമയത്തുള്ള സന്തോഷം
അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. കാരണം ഒരു എല്ലാവരും ഗെറ്റ് ടുഗദറായിട്ട് ഇരുന്ന് കഴിക്കുന്ന സമയത്തുള്ള ആ സന്തോഷം അവൻ നഷ്ടപ്പെടുത്തുക ചെയ്തത്. അപ്പോൾ അത് വ്യക്തമായിട്ട് നിക്കോളാസ് മനസ്സിലാക്കാൻ വേണ്ടി ആൻഡ് പെട്ടെന്ന് ഹേസ്ലി തിടുക്കത്തിൽ പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണ് ജഗ്ബോഗ് ട്രിപ്പ്. It was her habit, whenever one of the children fell from grace, to improve something of a festival nature from which the offender would be excluded. It was her habit എന്ന് വെച്ചാൽ ഹെർ എന്നിവിടെ റെഫർ ചെയ്തിരിക്കുന്നത് ആൻറ്റിയാണ്. അപ്പോൾ ഇത് ആൻറ്റിയുടെ ഒരു ഹാബിറ്റാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ അത് ഫെൽ ഫ്രം ഗ്രേസ്, അത് ബാഡ്ലി ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ടു ഇംപ്രൂവൈസ് സംതിങ് ഓഫ്, അവരെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ഫെസ്റ്റിവൽ നേച്ചർ, കാരണം അവർ കാണിച്ച തെറ്റ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു ഫെസ്റ്റിവൽ നേച്ചർ, അതായത് ഒരു സെലിബ്രേറ്ററി ഔട്ടിംഗ് പോലെ പിള്ളേർക്ക് ഓർഗനൈസ് ചെയ്യും. ആ ഓർഗനൈസ് ചെയ്യുന്നതിൽ കുരുത്തക്കേട് കാണിച്ച ആരാണോ കുരുത്തക്കേട് കാണിച്ച അവരെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അതാണ് പറയുന്നത് ഒഫൻഡർ, കുരുത്തക്കേട് കാണിച്ചവനെ എന്ത് ചെയ്യും, എക്സ്ക്ലൂഡ് ചെയ്യും. അവന് പണിഷ്മെൻ്റാണ്. പണിഷ്മെൻ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ കുറ്റം ചെയ്തവനെ എൻജോയ് ചെയ്യാനുള്ള അവസരം ഇല്ല. Nicholas Anne looked for tears from Nicholas from when the moment for the departure of the expedition arrived. Expedition is a journey. നിക്കോളാസിൻ്റെ ആൻറ്റിക്കറിയാം നിക്കോളാസിന് നല്ല വിഷമമായി കാണുമെന്ന്. അപ്പം നിക്കോളാസിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ, അതാണ് ലുക്ഡ് ഫോർ ടിയേഴ്സ്. അങ്ങനെ ശ്രദ്ധിക്കുവാണ് ആൻറ്റി. കാരണം ഇവരെല്ലാം റെഡിയായി, അവർ സാൻഡ് ഓഫ് ജഗ്ബോറിലേക്ക് പോകാൻ വേണ്ടി. However, all the crying was done by his girl cousin, who scraped her knee rather painfully against the step of the carriage as he was scrambling in. അപ്പം ആക്ച്വലി അവിടെ ആരാ കരഞ്ഞത്, നിക്കോളാസിൻ്റെ ആൻറ്റി എക്സ്പെക്ട് ചെയ്ത് നിക്കോളാസ് കരയുമായിരിക്കും, വിഷമം വരുമെന്നാണ്. പക്ഷെ അവിടെ ബഹളം വെച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേൾ കസിനാണ്, നിക്കോളാസിൻ്റെ ഗേൾ കസിനാണ് ബഹളം വെച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിലേക്ക് കയറുന്നതിനിടയിൽ നമ്മുടെ ഗേൾ കസിന് അവളുടെ കാൽമുട്ട് വണ്ടിയിൽ ഉരസി, ആ ചവിട്ടുപടിയിൽ ഉരഞ്ഞു. അപ്പോൾ ആ വേദന കാരണം ആരാ കരഞ്ഞത്, ഗേൾ കസിനാണ് കരഞ്ഞത്. സ്ക്രാപ്ഡ് എന്ന് വെച്ചാൽ ഉരയുക. ഹൗ ഷീ ഡിഡ് ഹൗൾ സെഡ് നിക്കോളാസ് ചിയർഫുള്ളി. അപ്പോൾ അവന് ഓക്കെ, ഒരാൾ വിഷമിച്ചിരിക്കുക, എന്നാൽ അവന് സന്തോഷത്തോടെ അവൻ ചോദിക്കുവാണ് ഇതെന്താ ഇങ്ങനെ അലറുന്നത് എന്നർത്ഥത്തിൽ. ഹൗൾ എന്ന് വെച്ചാൽ അലറുക. ആസ് എ പാർട്ടി ഡ്രൈവ് ഓഫ് വിത്തൗട്ട് ദ എക്സ്പെക്റ്റഡ് ഹൈ സ്പീഡ്. ഡ്രൈവ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിച്ചു പോവുക. അപ്പോൾ പാർട്ടി ഭയങ്കര ഹൈ സ്പീഡ്, ഒരു യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ പിള്ളേർ ഭയങ്കര ഹൈ സ്പീഡിൽ സന്തോഷത്തോടെയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ട്, ആ കുട്ടി കരഞ്ഞതുകൊണ്ട് ആ എക്സ്പെക്റ്റ് ചെയ്ത ഒരു സന്തോഷം ഇല്ലായിരുന്നു. ആ ഒരു എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സാഡ് ആ ഒരു സിറ്റുവേഷനാണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ആ പിള്ളേർ പോയത്. ഷീ വിൽ സൂൺ ഗെറ്റ് ഓവർ ദാറ്റ് സെഡ് ദ ആൻഡ്. അപ്പോൾ ആൻഡ് പെട്ടെന്ന് പറഞ്ഞു ഗെറ്റ് ഓവർ എന്ന് വെച്ചാൽ റിക്കവർ ആയിക്കോളും, അവൾക്ക് ശരിയായിക്കോളും എന്നർത്ഥത്തിൽ പറഞ്ഞു. ഇറ്റ് വിൽ ബി എ ഗ്ലോറിയസ് ആഫ്റ്റർനൂൺ ഫോർ റേസിംഗ് അബൌട്ട് ഓവർ ദോസ് ബ്യൂട്ടിഫുൾ സാൻഡ്സ്, ഹൗ ദേ വിൽ എൻജോയ് ദംസെൽസ്. അപ്പോൾ ആൻറ്റി പറയുവാണ് ആ ആഫ്റ്റർനൂണിൽ റേസിംഗ് അബൌട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ അവർ സന്തോഷത്തോടെ ഓടുകയും കളിക്കുകയും ചെയ്യുന്നത് ആ സാൻഡി ബീച്ചിൽ, അതിനെയാണ് റേസിംഗ് അബൌട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവർ ആ ആഫ്റ്റർനൂണിൽ പിള്ളേരെല്ലാം കളിച്ച് ചിരിച്ചൊക്കെ വരുമ്പോഴത്തേക്ക്, കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തൊരു സന്തോഷമായിരിക്കും ഇങ്ങനെ ആൻറ്റി ഡിസ്ക്രൈബ് ചെയ്യുവാണ്. Bobby won't enjoy himself much. He won't race much either, said Nicholas with a grim chuckle. Grim chuckle എന്ന് വെച്ചാൽ ഒരു അൺപ്ലസൻറ്റ്, ഒരു കളിയാക്കി ഒരു ചിരിയാക്കില്ല, അതൊക്കെ തന്നെ. അപ്പോൾ ബോബി വോണ്ട് എൻജോയ് ഹിംസെൽഫ് മച്ച്. അപ്പോൾ അവൻ പറയുവാണ് ബോബി വലുതായിട്ടൊന്നും സന്തോഷിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരു ഗെയിമിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. ഹിസ് ബൂട്ട്സ് ആർ ഹർട്ടിങ് ഹിം, ദേ ആർ ടു ടൈറ്റ്. അപ്പം നിക്കോളാസ് പറയും എന്തുകൊണ്ടാണ് അവൻ കളിയില്ലെന്ന് ഏർപ്പെടാത്തത്, കാരണം അവൻ്റെ ബൂട്ട്സൊക്കെ ഭയങ്കര ടൈറ്റാണ്. അത് നമുക്കിപ്പോൾ നല്ല ഇറുകിയ ചെരുപ്പ് നമ്മളിടോടെ നമുക്ക് വേദനിക്കുന്നില്ല, അതേപോലെ അവൻ്റെ ബൂട്ട്സൊക്കെ നല്ല ടൈറ്റാണ്. അപ്പോൾ അവന് എന്തായാലും അത് വേദനയുണ്ടാവും, അതുകൊണ്ട് അവൻ പാർട്ടിസിപ്പേറ്റ് ഒന്നും ചെയ്യത്തില്ല ഗെയിമിൽ. വൈ ഡിഡ്ന്റ് ഹി ടെൽ മീ ദേ വർ ഹർട്ടിങ് ആസ് എ ആൻഡ് ഷാർപ്പിൽ. അപ്പോൾ കുറച്ച് ഇത്തിരി സ്ട്രിക്റ്റ് എന്ന രീതിയിൽ ആൻറ്റി പറയുന്നത് എന്തുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അവന് ഷൂസ് ടൈറ്റാണെന്നും അത് ഹേർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ. He told it twice, but you weren't listening. You often didn't listen when we tell you important things. അപ്പം നിക്കോളാസ് പറയുവാണ് അവൻ 2 നേരം പറഞ്ഞു, നിങ്ങളത് ശ്രദ്ധിച്ചില്ല. അതുപോലെ തന്നെ ഞങ്ങൾ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് തിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെ നിക്കോളാസ് ആൻറ്റിയോട് പറയുവാണ്. You are not to go into the gooseberry garden, said the aunt, changing the subject. അപ്പോൾ അവൻ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് ആൻറ്റി പെട്ടെന്ന് ആ സബ്ജക്റ്റൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി, അവൻ്റെ സംസാരം മാറ്റാൻ വേണ്ടി പറഞ്ഞു, നീ നെല്ലിക്കത്തോട്ടത്തിൽ ഇന്ന് പോവരുത്, നിനക്ക് പോകാൻ അനുമതിയില്ല. വൈ നോട്ട് ഡിമാൻഡഡ് നിക്കോളാസ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പിള്ളേരോട് പറയുമ്പോൾ പിള്ളേർ ചോദിക്കത്തില്ല എന്തുകൊണ്ട് എന്ന് ചോദിക്കില്ല, അതുപോലെ നിക്കോളാസ് ചോദിക്കണം എന്തുകൊണ്ട്, കുട്ടിപ്പിള്ളേർ ചോദിക്കത്തില്ല അതേപോലെ. ബിക്കോസ് യു ആർ ഇൻ ഡിസ്ഗ്രേസ്, സെഡ് ദ ആൻഡ് ലോഫ്ലി. ലോഫ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുപ്പീരിയർ വെയിൽ ആൻറ്റി പറയുവാണ്, അത് അവന് പണിഷ്മെൻറ്റ് കിട്ടിയിരിക്കുവാണ്. അതായത് നീ കുരുത്തക്കേട് കാണിച്ചതുകൊണ്ട് നിനക്ക് പണിഷ്മെൻറ്റ് കിട്ടിയിരിക്കുവാണ്. അപ്പോൾ നിൻ്റെ ആക്ടിവിറ്റീസിനൊക്കെ നിന്നെ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുവാണ്. അതാണ് പറഞ്ഞത് ബിക്കോസ് യു ആർ ഇൻ ഡിസ്ഗ്രേസ്.
Nicholas, he felt perfectly capable of being in disgrace and in a gooseberry garden at the same moment. His face took on a stubborn expression. അപ്പോൾ അവനൊരു ഷാർട്ടിയ ഭാവമായി അവൻ്റെ ഫേസ് മാറി. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി അവൻ്റെ ഒരു ആക്ടിവിറ്റി, കാരണം ബീച്ചിൽ പോകുന്നത് വിലക്കി. ഇപ്പം എന്താണ് ഗൂസ്ബെറി ഗാർഡനിൽ കയറാൻ ഒക്കത്തില്ല. അപ്പോൾ അവനൊരു അഡീഷണൽ പണിഷ്മെൻ്റ് ആണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അതാണ് നിക്കോളസ് ഹി ഫെൽറ്റ് പെർഫെക്റ്റ്ലി കേപ്പബിൾ ഓഫ് ബീങ് ഇൻ ഡിസ്ഗ്രേസ് ആൻഡ് ഇൻ എ ഗൂസ്ബെറി ഗാർഡൻ അറ്റ് ദ സെയിം മൊമെൻറ്റ്. അത് അഡീഷണൽ പണിഷ്മെൻറ്റ് അവന് കിട്ടി. ഇറ്റ് വാസ് ക്ലിയർ ടു ഹിസ് ആൻഡ് ദാറ്റ് ഹി വാസ് ഡിറ്റർമൈൻഡ് ടു ഗെറ്റ് ഇൻ ടു ദ ഗൂസ്ബെറി ഗാർഡൻ. അപ്പോൾ ആൻറ്റി ഇങ്ങനെ കയറരുതെന്ന് പറഞ്ഞാലും ആൻറ്റിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. അവൻ തീരുമാനിച്ചിരിക്കും ഗൂസ്ബെറി ഗാർഡനിൽ കയറും. കാരണം കയറരുതെന്ന് പറഞ്ഞാൽ അവൻ ചെയ്യും എന്നുള്ളത് ആൻറ്റിക്ക് അറിയാം. ഓൺലി ഷീ റിമാർക്ക് ടു ഹേർസെൽഫ്. അവൾ ആൻറ്റി സ്വയം പറഞ്ഞു ബിക്കോസ് ഐ ഹാവ് ടോൾഡ് ഹിം നോട്ട് ടു. കാരണം എന്താ, അവൻ കയറുന്ന ഇവർ ഉറപ്പിച്ച് പറയാൻ കാരണം ഞാൻ ചെയ്യരുത് ഇല്ല കയറരുതെന്ന് പറയുന്നിടത്ത് അവൻ തീർച്ചയായിട്ടും പോവും. Now, the gooseberry garden had 2 doors by which it might be entered, and once a small person like Nicholas could slip in there, he could disappear from view amid എന്ന് വെച്ചാൽ surrounded by, amid the growing ആർട്ടിഹോക്സ് എന്ന് വെച്ചാൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ്സ് ആണ്. റാസ്ബെറി കെയിൻസ് എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്, അതുപോലെ ഫ്രൂട്ട് ബുഷസ്. നെല്ലിക്കത്തോട്ടത്തിൽ പ്രവേശിക്കാൻ 2 വാതിലുണ്ട്. പിന്നെ ഇവനെ പോലെ ഒരു കുട്ടി പയ്യന് സ്ലിപ്പായിട്ട് അങ്ങ് കയറിപ്പോവാം. അതുപോലെ അവനെ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, അവൻ ഡിസപ്പിയർ ആകും. ഈ നമ്മുടെ ഗ്രോയിങ് ആൻറ്റിഹോക്സിൻ്റെ ഇടയിൽ കൂടെയും റാസ്ബെറി കെയിൻസിൻ്റെ ഇടയിൽ കൂടെയും ഫ്രൂട്ട് ബുഷസിൻ്റെ ഇടയിൽ കൂടെയും ഡിസപ്പിയർ ചെയ്യാൻ അവന് ഈസിയാണ്. അപ്പം അവൻ പെട്ടെന്ന് അപ്രത്യക്ഷമാകും എന്നാണ് പറയുന്നത്. The ant had many other things to do that afternoon, but an hour or 2 gardening, so she could keep an watchful eye on the 2 doors that led to the forbidden paradise. അപ്പോൾ അന്ന് ആൻറ്റിക്ക് ആ ആഫ്റ്റർനൂണിൽ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ അവർ അവിടെ ഗാർഡനിങ്ങിൽ തന്നെ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ചിലവഴിച്ചുകൊണ്ടിരിക്കുക. അവർ വാച്ച്ഫുൾ എന്ന് വെച്ചാൽ അവരിങ്ങനെ ക്ലോസ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പം നമ്മുടെ നിക്കോളാസ് അകത്ത് കയറും, നിക്കോളാസിന് അടുത്ത പണിഷ്മെൻറ്റ് എപ്പോൾ കൊടുക്കാന്നുള്ളത്. പാരഡൈസിന് ഇവിടെ ഉദ്ദേശിക്കുന്ന വിലക്കപ്പെട്ട പരദീസ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ആ ഗൂസ്ബെറി ഗാർഡനെയാണ് ആ ഫോർബിഡൻ പാരഡൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. Nicholas made 1 or 2 trips into the first garden, wriggling his towards one or the other of the doors, but never able for a moment to evade the ant watchful eyes. അപ്പം നിക്കോളാസ് തൻ്റെ ആൻറ്റിനെ തെറ്റിദ്ധരിപ്പിക്കാൻ, അത് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാന്നുള്ളത് അടുത്ത 2-3 ലൈൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ്റെ പ്ലാൻ എന്തായിരുന്നുള്ളത്. ഓക്കെ, അപ്പം നിക്കോളാസ് തൻ്റെ ആൻറ്റിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നെല്ലിക്കാത്തോട്ടത്തിൽ പ്രവേശിക്കാൻ അവന് ആഗ്രഹമുണ്ടെന്ന് കാണിക്കണം ആൻറ്റിൻ്റെ അടുത്ത്. അതിനുവേണ്ടി അവനിങ്ങനെ 2-3 ടൈം ഇങ്ങനെ ആ ഫ്രണ്ടിലുള്ള ഗാർഡനിലോട്ട് വരുന്നുണ്ട്. അതുപോലെ ആൻറ്റിൻ്റെ വാച്ച്ഫുൾ ഐസിൽ നിന്ന് ഒരു നിമിഷം പോലും അവന് രക്ഷപ്പെടാൻ ഒക്കുന്നില്ല. അപ്പോൾ ആൻറ്റിനെ അവിടെ തന്നെ നിർത്തണം, അതാണ് അവൻ്റെ പ്ലാൻ. ഓക്കെ, ഇനി അവന് വേറൊരു പ്ലാൻ ഉണ്ട്, അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. As a matter of fact, he had no intention of trying to get in the gooseberry garden, but it was extremely convenient for him that his aunt should believe that he had. വാസ്തവത്തിൽ അവന് നെല്ലിക്കാത്തോട്ടത്തിലോട്ട് കയറാൻ അവന് ഉദ്ദേശമില്ല. പക്ഷേ ആൻറ്റിന് താൻ ഗൂസ്ബെറി തോട്ടത്തിൽ ഉണ്ടെന്ന് വിശ്വസിപ്പിക്കണം അവന്. അതായിരുന്നു അവൻ്റെ പ്ലാൻ. This belief would keep her on self-imposed duty for the greater part of the afternoon. അപ്പോൾ ഈ ഒരു ബിലീഫ്, അവൻ അവിടെ കയറും ഇല്ലെങ്കിൽ അവൻ അതിൻ്റെ അകത്ത് കാണും എന്നുള്ള ആ ഒരു ബിലീഫ് ഒരു സെൽഫ് ഇമ്പോസ്ഡ് ഡ്യൂട്ടിയാണ്, നമ്മുടെ ആൻറ്റിയായിട്ട് എടുത്തൊരു ഡ്യൂട്ടിയാണ്. കാരണം അവൻ തീർച്ചയായിട്ടും ഗാർഡനിൽ കയറും എന്ന് ആൻറ്റി വിശ്വസിക്കുന്നതിനാൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ആഫ്റ്റർനൂൺ ഫുള്ള് ആൻറ്റി അവിടെ കാണും, ആ ഗാർഡനിൻ്റെ പരിസരത്തും ഗാർഡനിങ് ചെയ്ത് അങ്ങനെ നടക്കും. Now Nicholas slipped back into the house and rapidly put into execution a plan of action that he had long planned. അപ്പം ഇപ്പം നിക്കോളാസ് എന്ത് ചെയ്ത്, നിക്കോളാസ് വീട്ടിലേക്ക് തിരികെ ഓടിപ്പോയിട്ട് വളരെ കാലമായിട്ട് അവൻ ആസൂത്രണം ചെയ്ത് വെച്ചൊരു പദ്ധതിയുണ്ട്, ഒരു പ്ലാൻ. അത് വേഗത്തിൽ അവനത് നടപ്പിലാക്കണം. By standing on a chair in the library, one would reach a shelf which held a fat, important looking key. അപ്പം ഓടിപ്പോയി എവിടെ പോയി എന്നറിയാമോ, ലൈബ്രറി പോയി ഒരു ചെയറിൻ്റെ മേളിൽ കയറി ആ ഷെൽഫിൽ നിന്ന് അവനൊരു കീ എടുത്തു. അത് കീ ആണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫാറ്റ് ആയിട്ടുള്ളൊരു കീ ആണ്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കീ കൂടിയാണത്. The key was an instrument which kept the mysteries of the lumber room secure from unauthorized intrusion, which opened a way only for ant and such privileged person. ആ കീ എന്ന് പറയുന്നത് നമ്മുടെ ലംബർ റൂം തുറക്കുന്ന കീ ആണ്. അപ്പോൾ അതിനെയാണ് പറയുന്നത് മിസ്റ്ററീസ് ഓഫ് ലംബർ റൂം. മിസ്റ്ററീസ് എന്ന് വെച്ചാൽ ആ നിഗൂഢതകൾ നിറഞ്ഞ ലംബർ റൂം തുറക്കാനുള്ള കീ ആണത്. അതുപോലെ അൺഓതറൈസ്ഡ് ഇൻട്രൂഷൻ എന്ന് പറയുന്നത്, അതായത് അനധികൃത കടന്നുകയറ്റം. അതായത് ആക്ച്വലി നോക്കിക്കുക, അടുത്ത ഇതിൽ പറയുന്നുണ്ട് ആർക്കൊക്കെ കയറാൻ നോക്കും, ആൻറ്റിക്കും അതുപോലെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രം കയറാനൊക്കുന്ന, അഡൾട്ടായിട്ടുള്ള റെസ്പോൺസിബിൾ പേഴ്സൺസിന് മാത്രം കയറാനൊക്കുന്ന റൂമാണ്. ഇപ്പം ചെറിയ പിള്ളേർ ഇതുവരെയും കയറിയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദ കീ ടേൺ സ്റ്റിഫ്ലി ഇൻ ദ ലോക്ക് ബട്ട് ഇറ്റ് ടേൺ. അപ്പോൾ ആദ്യം ഒരു ഇനീഷ്യലിൽ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അത് ഫുൾ റൊട്ടേഷനായി കീ നമ്മുടെ ഡോറ് തുറക്കാനൊത്ത്. ഓക്കെ,
ദ ഡോർ ഓപ്പൺ ആൻഡ് നിക്കോളാസ് വാസ് ഇൻ ആൻ അൺനോൺ ലാൻഡ്. അപ്പോൾ ഡോറ് തുറന്നു, നിക്കോളാസ് വാസ് ഇൻ അൺനോൺ ലാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവൻ ഫസ്റ്റ് ടൈം കയറുന്ന ഒരു മുറിയാണ്. അപ്പോൾ അതുപോലെ ഭയങ്കര നിഗൂഢതകൾ നിറഞ്ഞ മുറി എന്നുള്ള വിശേഷണമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. നിക്കോളാസ് ഹാഡ് ഓഫൺ പിക്ചർ ടു ഹിംസെൽഫ് വാട്ട് ദ ലംബർ റൂം മൈറ്റ് ബി ലൈക്ക്. അപ്പോൾ അവൻ സ്വയം സങ്കല്പിച്ചിരുന്നു. ഇപ്പോൾ ഒരു കുട്ടിയോട് അവിടെ കയറരുതെന്ന് പറഞ്ഞാൽ ആ കുട്ടി സങ്കല്പിക്കും ഇത് ഇങ്ങനത്തുള്ള മുറിയായിരിക്കും, അതിൻ്റെ അകത്ത് എന്തായിരിക്കും. അതുപോലെ നിക്കോളസും സ്വയം സങ്കല്പിച്ചിരുന്നു ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും, എങ്ങനെ ഇരിക്കും റൂം. ദാറ്റ് റീജൻ ദാറ്റ് വാസ് സോ കെയർഫുള്ളി സീൽഡ് ഫ്രം യൂത്ത്ഫുൾ ഐസ് ആൻഡ് കൺസേണിങ് വിച്ച് നോ ക്വസ്റ്റ്യൻസ് വർ എവർ ആസ്ഡ്. അപ്പം ഈ റീജൻ, ഈ ലംബർ റൂം എന്ന് പറയുന്നത് അഡൾട്ട്സിനും അതുപോലെ പ്രിവിലേജ് പേഴ്സൺസിനും മാത്രം കയറാൻ ഒക്കുന്ന ഒരു റൂമാണ്. അതുപോലെ യൂത്ത്ഫുൾ ആയിട്ടുള്ളവർക്ക് സീൽഡ് ഫ്രം യൂത്ത്ഫുൾ ഐസ് എന്ന് വെച്ചാൽ അവർക്ക് അങ്ങോട്ടുള്ള പ്രവേശനം ഇല്ല. അതുപോലെ കൺസേണിങ് വിച്ച് നോ ക്വസ്റ്റ്യൻസ് വർ എവർ ആസ്ഡ്, ഒരിക്കലും ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്തതുമായി, ആരോട് ചോദിച്ചാലും ആരും ആൻസർ പറഞ്ഞു തരാത്തതുമായിട്ടുള്ള, അതിൻ്റെ അകത്ത് എന്താ എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരാത്തതുമായിട്ടുള്ള ഒരു റൂമാണ് ലംബർ റൂം. ഇറ്റ് കെയിം അപ് ടു ഹിസ് എക്സ്പെക്ടേഷൻ, അവൻ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ. ഇൻ ദ ഫസ്റ്റ് പ്ലേസ് എന്താണ്, ഇറ്റ് വാസ് ലാർജ്, അത് നല്ല ലാർജ് ആയിട്ടുള്ളൊരു റൂമാണ്. ആൻഡ് ഡിംലി, ഒരു മങ്ങിയ വെളിച്ചമാണ്. വൺ ഹൈ വിൻഡോ ഓപ്പണിംഗ് ഓൺ ടു ദ ഫോർബിഡൻ ഗാർഡൻ ബീയിങ് ഇറ്റ്സ് ഓൺലി സോഴ്സ് ഓഫ് ഇല്യൂമിനേഷൻ. അപ്പോൾ വിലക്കപ്പെട്ട ഉദ്യാനം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ആരാ, എന്തിനെയാണ്, ആ ഗൂസ്ബെറി ഗാർഡനെയാണ്. അപ്പോൾ ഈ ഒരു വലിയ ജനാലയുണ്ടായിരുന്നു, ഉയർന്ന ജനാലയുണ്ടായിരുന്നു. അത് തുറന്നു കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാണ് വ്യൂ, ആ ഉദ്യാനത്തിലോട്ടാണ് വ്യൂ. അതുപോലെ ആ മുറിയിലേക്കുള്ള പ്രകാശത്തിൻ്റെ ഏക ഉറവിടവും ആ ഒരു വിൻഡോയാണ്. ഓക്കെ, ദാറ്റ് വൺ ഹൈ വിൻഡോ ഓപ്പണിംഗ് ഓൺ ദ ഫോർബിഡൻ ഗാർഡൻ ബീയിങ് ഇറ്റ്സ് ഓൺലി സോഴ്സ് ഓഫ് ഇല്യൂമിനേഷൻ. ഇൻ ദ സെക്കൻഡ് പ്ലേസ് ഇറ്റ് വാസ് എ സ്റ്റോർ ഹൗസ് ഓഫ് അൺഇമാജിൻഡ് ട്രഷേഴ്സ്. അത് രണ്ടാമതായിട്ട് അത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത നിധികളുടെ ഒരു ഉറവിടമാണ്, അല്ലെങ്കിൽ കലവറയാണെന്നാണ് നിക്കോളാസ് പറയുന്നത്. ദർ വർ വണ്ടർഫുൾ തിങ്സ് ഫോർ ദ ഐ ടു ഫീസ്റ്റ് ഓൺ. അതായത് അവൻ പറയുവാണ് കണ്ണുകൾക്ക് ആസ്വദിക്കാൻ, അത് കുട്ടിയാണല്ലോ അവൻ, അപ്പോൾ കണ്ണുകൾക്ക് ആസ്വദിക്കാൻ അത്ഭുതകരമായ കാര്യങ്ങളുണ്ട് ആ റൂമിൻ്റെ അകത്ത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ദർ വാസ് എ പീസ് ഓഫ് ഫ്രെയിം ടെപ്പസ്ട്രി ദാറ്റ് വാസ് എവിഡൻ്റ്ലി മെന്റ് ടു ബി എ ഫയർ സ്ക്രീൻ. അപ്പം ഈ ടെപ്പസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലവിധ നിറത്തിലുള്ള നൂലുകളൊക്കെ കൊണ്ട് നെയ്തെടുത്ത ഒരു തുണി, ആ തുണിയിലുള്ള ചിത്രം അതിനെയാണ്. അപ്പോൾ അതിങ്ങനെ വോളിൽ ഹാങ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ ഈ ഫയർ സ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണലി നമ്മൾ ഫയർ സ്ക്രീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാനൽ ഫയർ പ്ലേസിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രൊട്ടക്ട് ദ റൂം ഫ്രം എക്സസീവ് ഹീറ്റ് റൂമിലോട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി ഒരു പാനൽ വെച്ചിരിക്കുന്നതാണ് ഫയർ സ്ക്രീൻ എന്ന് പറയുന്നത്. ഇവിടെ അവൻ ഉദ്ദേശിക്കുന്ന ഫയർ സ്ക്രീൻ, ഇതിൽ കോണ്ടെക്സ്റ്റിൽ ഫയർ സ്ക്രീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പീസ് ഓഫ് ആർട്ടായിരുന്നു ആ ടാപ്പസ്ട്രി. അതായത് അവൻ്റെ ഇമാജിനേഷനൊക്കെ സ്പാർക്ക് ചെയ്ത ഒരു ലിവിങ് സ്റ്റോറി അതിലുണ്ട് എന്ന് അവൻ വിശ്വസിക്കുന്നു ആ ടാപ്പസ്ട്രിയിലെ പിക്ചറിൽ. To Nicholas, it was a living, breathing story. Man dressed in a hunting costume of some remote period. അപ്പോൾ ആ പിക്ചറിന്, ആ ടെപ്പസ്ട്രിയിലുള്ള പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. നിങ്ങളത് ഇമാജിൻ ചെയ്താൽ നിങ്ങൾക്കത് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ പിക്ചറിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ, അയാൾ ഒരു റിമോട്ട്, പണ്ട് കാലഘട്ടത്തിലെ ഒരു ഹണ്ടറിൻ്റെ ഒരു ഡ്രസ്സിങ് ആണ് ഓക്കെ ഇട്ടിരിക്കുന്നത്. had just transfixed a stag with an arrow. അപ്പോൾ ഒരു മെയിൽ ഡിയറിന്, ഒരു മാനിന് ഒരു ആരോ വെച്ച് ഇപ്പോൾ അയാൾ ട്രാൻസ്ഫിക്സ് ചെയ്ത്, അതായത് മാനിൻ്റെ ദേഹത്ത് ആരോ തുളച്ച് കയറിയിരിക്കുവാണ്. അപ്പം had just transfixed a stag with an arrow. But did the huntsman see what Nicholas saw? അപ്പം നിക്കോളാസ് ആ പിക്ചർ നോക്കിയിട്ട് ആലോചിക്കണം. എന്നാൽ നിക്കോളാസ് കണ്ടത് വേട്ടക്കാരൻ കണ്ടോ? That 4 galloping wolves were coming in his direction through the wood. അതായത് കുതിച്ച് പാഞ്ഞ് ഗലോപ്പ് ചെയ്ത് 4 ചെന്നായ്കൾ അവൻ്റെ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്, ആ ഹൺസ്മാൻ്റെ നേരെ. There might be more than 4 of them hidden behind the trees. അപ്പോൾ ഒരു 4-ൽ കൂടുതൽ മരങ്ങൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്നുമുണ്ടാകാം. And in any case, would the man and his dog be able to cope with the 4 wolves if they made an attack? അപ്പോൾ അവനിങ്ങനെ ആലോചിക്കണം, ആ പിക്ചർ നോക്കിയിട്ട് ആ മാനും ആ മാനിൻ്റെ ഡോഗ്സിനും ഈ 4 വുൾസിനെ കോപ്പപ്പ് എന്ന് വെച്ചാൽ മാനേജ് ചെയ്യാനൊക്കെ, അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? കാരണം വുൾസ് വന്നുകൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ നോക്കി ഈ മനുഷ്യൻ, ഈ ഹൺസ്മാൻ എന്താ ചെയ്തിരിക്കുന്നത്, ഒരു ഡിയറിനെ ട്രാൻസ്ഫിക്സ് ചെയ്ത് ആരോ ചെയ്ത് അവിടെ ഇട്ടിരിക്കുകയാണ്. സാറ്റ് ഫോർ മെനി ഗോൾഡൻ മിനിറ്റ്സ് കൺസിഡറിങ് ദ പോസിബിലിറ്റീസ് ഓഫ് സെയിം. അപ്പോൾ ആ രംഗത്തിൻ്റെ സാധ്യതകൾ എന്തായിരിക്കും, എന്ത് സംഭവിക്കും എന്ന് അവൻ ആലോചിച്ച് അവൻ്റെ ഗോൾഡൻ മിനിറ്റ്സ് ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി വാസ് ഇൻക്ലൈൻഡ് ടു തിങ്ക് ദാറ്റ് there were more than 4 wolves and that man and his dogs were in a tight corner. അപ്പം ആ മനുഷ്യനും ആ ഹൺസ്മാനും ആ ഡോഗും ഒരു ടൈറ്റ് കോർണറിലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ആയിരിക്കും ഫൈറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ സിറ്റുവേഷനിൽ 4 ചെന്നായികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വോയിസ് ഓഫ് ഹിസ് ആൻഡ് കോളിംഗ് ഹിസ് നെയിം കെയിം സ്ട്രില്ലി ഫ്രം ദ ഗൂസ്ബെറി ഗാർഡൻ. അപ്പം
നെല്ലിക്കാത്തോട്ടത്തിൽ നിന്ന് ആൻഡ് തൻ്റെ പേര് വിളിക്കുന്ന ശബ്ദം ഉയർന്നു. ഷീ ഹാഡ് ഗ്രോൺ സസ്പീഷ്യസ് അറ്റ് ഹിസ് ലോങ് ഡിസിപ്ലിൻ. അപ്പോൾ ഇവനെ കുറച്ച് നേരമായിട്ട് കാണാതിരുന്നപ്പോഴത്തേക്ക് ആൻറ്റിക്ക് സംശയം തോന്നി. ആൻഡ് ഹാഡ് കൺക്ലൂഡഡ്, അവരൊരു കൺക്ലൂഷനിലെത്തി that he had climbed over the wall behind the lilac bushes. അപ്പോൾ അവൻ ലൈലാക് കുറ്റിക്കാടിൻ്റെ പിന്നിലുള്ള മതിലിന് മുകളിലേക്ക് കയറിയേക്കാം എന്ന് ആൻഡ് നിഗമനം കൊണ്ടുവരുവാണ്. She was now engaged in an energetic and rather hopeless search for him among the artichokes and raspberries. അപ്പം നമ്മുടെ ആൻഡ് ഗൂസ്ബെറി ഗാർഡൻ്റെ അകത്ത് ആർട്ടിഹോക്സിനും റാസ്ബെറിക്കൻസിൻ്റെ ഇടയിലൊക്കെ തപ്പുവാണ്. ഭയങ്കര എനർജറ്റിക് ആയിട്ട് തപ്പുവാണ് നമ്മുടെ നിക്കോളാസിനെ. ഇനി തപ്പി നിക്കോളാസിനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കൊടുക്കാം? പണിഷ്മെൻറ്റ് കൊടുക്കാം. നിക്കോളാസ് ഷി സ്ക്രീം. അപ്പം നിക്കോളാസിന് പേര് വിളിച്ച് ഒച്ചത്തിൽ വിളിച്ച് ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യു ആർ ടു കം ഔട്ട് ഓഫ് ദിസ് അറ്റ് വൺസ്. നീ ഇപ്പം തന്നെ വെളിയിൽ വരണം. ഇറ്റ്സ് നോ യൂസ് ട്രൈങ് ടു ഹൈഡ് ദാറ്റ്. നീ അവിടെ നിന്ന് ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. ഐ ക്യാൻ സീ യു ഓൾ ദ ടൈം. എനിക്ക് നീ എവിടെ ഒളിച്ചിരുന്നാലും കാണാം എന്ന് നമ്മുടെ അമ്മമാർ പറയത്തില്ലേ, നീ എവിടെ ഇരുന്നാലും ഞാൻ കണ്ടുപിടിക്കുന്നു. അതുപോലെ പറഞ്ഞുകൊണ്ട് വരിക. ഇറ്റ് വാസ് പ്രോബബ്ലി ദ ഫസ്റ്റ് ടൈം ഫോർ ദ 20 years that anyone had smiled in the lumber room. അപ്പോൾ ഈ 20 വർഷത്തിനിടയിൽ ആരെങ്കിലും ആ ലംബർ റൂമിൽ ഇരുന്ന് പുഞ്ചിരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം അത് അഡൾട്ട്സും ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രം ഇരുന്ന് യൂസ് ചെയ്തിരുന്ന ലംബർ റൂം. നിക്കോളാസിന് അതിൽ കയറാൻ സാധിച്ചു. അതുപോലെ ആൻറ്റി അവിടെ ഗൂസ്ബെറി ഗാർഡനിൽ കിടന്ന് വിളിക്കുവാണ് നിക്കോളാസിൻ്റെ പേര്. അപ്പോൾ ആൻറ്റിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒത്തതിലുള്ള സന്തോഷം. കാരണം ആൻറ്റി എന്താ വിചാരിക്കുന്നത്? ഗൂസ്ബെറി ഗാർഡനിലാണെന്ന്. അവൻ എവിടെയാണ്? ലംബർ റൂമിലിരിക്കണം. അപ്പോൾ ആ ഒരു വിളി കേൾക്കുമ്പോൾ അവനൊരു പുഞ്ചിരിയും വരുന്നു. ഓക്കെ. Presently, the angry repetitions of Nicola's name gave away to shriek. അപ്പോൾ ഇപ്പം ഇതിനു മുമ്പ് എന്ത് പറയുന്നത്? ആൻറ്റി ദേഷ്യപ്പെട്ടിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അവൻ്റെ പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിളി ഗേവ് എവേ ടു ഷ്രീക്ക്. അപ്പോൾ ഇപ്പം എന്താ കേൾക്കുന്നത് വെച്ചാൽ ഒരു നിലവിളി, പെട്ടെന്ന് വരണേ എന്നൊക്കെ നമ്മൾ നിലവിളിക്കത്തില്ല. ആ ഒരു ക്രൈ ആണ് കേൾക്കുന്നത്. ആൻഡ് എ ക്രൈ ഫോർ സംബഡി ടു കം ക്വിക്ക്ലി. പെട്ടെന്ന് വരണേ എന്ന് ആരോ നിലവിളിക്കുവാണ്. Nicholas shut the book, restored it carefully to its place in a corner and shook some dust from a pile of newspaper over it. അപ്പോൾ അവൻ പെട്ടെന്ന് എന്താ ചെയ്തത്? പുസ്തകം അടച്ചു. അത് എവിടെയാണോ ഇരുന്നത് അത് കറക്റ്റായിട്ട് അവിടെ തന്നെ വെച്ചു, ആ കോർണറിൽ. അതുപോലെ കുറച്ച് പത്രങ്ങളുടെ കൂമ്പാരത്തിൽ നിന്ന് കൂമ്പാരത്തിൽ നിന്ന് കുറച്ച് പൊടിയൊക്കെ എടുത്ത് അതിൻ്റെ മേൽ, ആ ബുക്കിൻ്റെ മേലിലിട്ടു. എന്നത് അറിയിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് പൊടിയൊക്കെ ഇട്ട് അവൻ അവിടെ വെച്ചു. Then he crept from the room, locked the door and replaced the key exactly where he had found it. അതിന് അവൻ എന്താ ചെയ്ത്? ക്രെപ്റ്റ് എന്ന് വെച്ചാൽ മൂവ് സ്ലോലി. അവൻ സ്ലോയിൽ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഡോർ ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കീ എവിടെയാണോ വെച്ചത് അവിടെ തന്നെ അവൻ തിരിച്ചു കൊണ്ട് വെച്ചു. His aunt was still calling his name when he sauntered it into the front garden. അപ്പോൾ അവൻ്റെ ആൻറ്റി ഇങ്ങനെ വിളിച്ചിട്ടേ ഇരിക്കണം അവൻ്റെ പേര്. സോണ്ടേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു റിലാക്സ്ഡ് മാനറിൽ സ്ലോയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹു ഈസ് കോളിംഗ്? ഹി ആസ്ക്ഡ്. ആരാണ് വിളിക്കുന്നത്? അവൻ ചോദിക്കുക. മീ came the answer from the other side of the wall. അപ്പോൾ മതിലിൻ്റെ മറുവശത്ത് നിന്ന് ഒരു ഉത്തരം വന്നു. മീ, ഞാൻ എന്ന് പറഞ്ഞു. Didn't you hear me? I have been looking for in the gooseberry garden and I have slipped into the rainwater tank. അപ്പം നീ എന്നെ കേട്ടില്ലേ? എന്ന് വെച്ചാൽ ഞാൻ നിന്നെ വിളിക്കുന്നത് നീ കേട്ടില്ലേ? ഞാൻ നിന്നെ നെല്ലിക്കാത്തോട്ടത്തിൽ അന്വേഷിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ മഴവെള്ള ടാങ്കിലേക്ക് ഞാൻ വഴുതി വീണു എന്ന് ആൻറ്റി പറയുവാണ്. Luckily there is no water in it, but the sides are slippery. I can't get out. അപ്പോൾ ഭാഗ്യം കൊണ്ട് ടാങ്കിൽ വെള്ളമില്ലായിരുന്നു, പക്ഷേ അതിൻ്റെ സൈഡ്സ് എല്ലാം ഭയങ്കര സ്ലിപ്പറിയാണ്. അതുപോലെ എനിക്ക് പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല. Fetch the little ladder from under the cherry tree. അപ്പം ആൻറ്റി പറയുവാണ്, നിക്കോളാസ്, നീ ആ ചെറി ട്രീയുടെ താഴെ ഇരിക്കുന്ന ആ ലാഡർ, ആ ഏണി എടുത്തിട്ട് വാ, എന്നിട്ട് എന്നെ കയറ്റാൻ എന്നെ സഹായിക്കാൻ പറയുവാണ്. I was told I wasn't going to the gooseberry garden, said Nicholas. അപ്പോൾ നിക്കോളാസ് പറയുവാണ്, എന്നോട് പറഞ്ഞിട്ടുണ്ട് ഗൂസ്ബെറി ഗാർഡനിൽ കയറരുതെന്ന്. I told you not to, and now I tell you that you may. Came the voice from the rainwater tank rather impatiently. അപ്പം പറയുവാണ്, ഞാൻ പറഞ്ഞു നിൻ്റെ അടുത്ത് കയറരുത്, ഇപ്പം ഞാൻ തന്നെ പറയുവാണ് നീ കയറി വാ എന്ന്. Came the voice from the rainwater tank. അവിടെ ആരാ ഉള്ളത്? ആൻറ്റി അവിടെ ഉണ്ട് വാട്ടർ ടാങ്കിൽ. rather impatiently. അവർക്ക് പേഷ്യൻസ്, അവരുടെ ക്ഷമയെല്ലാം പോയി അവരങ്ങനെ പറയുവാണ്. യുവർ വോയിസ് ഡസൻറ്റ് സൗണ്ട് ലൈക്ക് ആൻസ്, ഒബ്ജക്റ്റഡ് നിക്കോളസ്. അപ്പോൾ നിക്കോളസ് പെട്ടെന്ന് പറഞ്ഞു, നിങ്ങളുടെ വോയിസ് എൻ്റെ ആൻറ്റിയുടെ വോയിസ് പോലെ ഇല്ലല്ലോ. യു മേ ബി ദ ഈവിൾ വൺ ടെംപ്റ്റിംഗ് മീ ടു ഡിസൊബീഡിയൻറ്റ്. അപ്പം നീ ഒരു ഈവിൾ വൺ ആയിരിക്കും. എൻ്റെ അടുത്ത് ആൻറ്റി പറഞ്ഞിട്ടുണ്ട് ഒബീഡിയൻ്റ് ആയിരിക്കണം, ഗൂസ്ബെറി ഗാർഡനിൽ കയറരുത്. അപ്പം നീ ഇപ്പോൾ ആ ഗാർഡനിൽ നിന്ന് വിളിച്ച് ആൻറ്റിയുടെ സ്വരമല്ല, നീ വേറെ ആരോ ആണ്, നീ എന്നെ ഡിസൊബീഡിയൻ്റ് ആക്കാൻ വേണ്ടി നീ ട്രൈ ചെയ്യുവാണ്.
ആൻഡ് ഓഫൺ ടെൽസ് മീ ദറ്റ് ഈവിൾ വൺ ടെംപ്റ്റ്സ് മീ ആൻഡ് ദറ്റ് ഐ വാസ് ഇൽ. അപ്പോൾ ആൻഡ് എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞാൻ കുർത്തക്കേട് കാണിക്കുമ്പോൾ ഈവിൾ വൺ നിന്നെ എപ്പോഴും ടെംപ്റ്റ് ചെയ്യും, അതുപോലെ ഈവിൾ വൺ ടെംപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഈൽഡ് ചെയ്യും, അതായത് ഞാൻ എപ്പോഴും അവർ പറയുന്നതിൽ വഴങ്ങും എന്ന്. ദിസ് ടൈം ഐ എം നോട്ട് ഗോയിങ് ടു വിൽ. ഈ പ്രാവശ്യം ഞാൻ ഈവിൾ വൺ ടെംപ്റ്റ് ചെയ്താലും ഞാൻ വഴങ്ങിക്കൊടുക്കില്ല. ഡോണ്ട് ടോക്ക് നോൺ സെൻസ് സെഡ് ദ പ്രിസണർ ഇൻ ദ ടാങ്ക്. പ്രിസണർ എന്ന് ഇവിടെ റെഫർ ചെയ്യുന്നത് ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റി പറയുന്നത് നീ നോൺ സെൻസ് സംസാരിക്കാതെ ഗോ ആൻഡ് ഫെച്ച് ദ ലാഡർ. പോയി നീ ആ ലാഡർ കൊണ്ടുപോവാ. വിൽ ദർ ബി സ്ട്രോബെറി ജാം ഫോർ ടീ ആസ് നിക്കോളാസ് ഇന്നസെൻ്റ്ലി. അപ്പോൾ നിക്കോളാസ് ഭയങ്കര ഇന്നസെൻറ്റ് ബോയ്. നിക്കോളാസിന് അറിയാം അത് ആൻറ്റിയാണ് ടാങ്കിൽ വീണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്നസെൻ്റ് ആയിട്ട് നിക്കോളാസ് ചോദിക്കണം, ഓക്കെ ഇന്ന് ടീയുടെ കൂടെ സ്ട്രോബെറി ജാം ഉണ്ടാവുമോ? certainly there will be, said the ant. അപ്പോൾ ആൻഡ് പറയാണ് ഷുവർ. certainly ഷുവർ നിനക്ക് തരാം. പ്രൈവറ്റ്ലി റിസോൾവിങ് നിക്കോളാസ് ഷുഡ് ഹാവ് നൺ ഓഫ് ഇറ്റ്. പ്രൈവറ്റ്ലി റിസോൾവ് എന്ന് വെച്ചാൽ അങ്ങനെ അവർ പറഞ്ഞെങ്കിലും, നിക്കോളാസിൻ്റെ അടുത്ത് ആൻറ്റി പറഞ്ഞെങ്കിലും പ്രൈവറ്റ്ലി അവർ തീരുമാനിച്ചു, അവർ സ്വന്തമായിട്ട് എന്താ തീരുമാനിച്ചതെന്ന് വെച്ചാൽ നിക്കോളയ്ക്ക് കൊടുക്കരുത്, നിക്കോളയ്ക്ക് അത് ഇല്ല, കൊടുക്കാൻ പാടില്ല. നൗ ഐ നോ ദാറ്റ് യു ആർ ദ ഈവിൾ വൺ ആൻഡ് നോട്ട് ആൻഡ്, ഷൗട്ടഡ് നിക്കോളാസ് ഗ്ലീഫുള്ളി. അപ്പം നിക്കോളാസ് സന്തോഷമുണ്ട് ആൻറ്റി വാട്ടർ ടാങ്കിൽ കിടക്കുന്നത്. അപ്പം നിക്കോളാസ് പറയുവാണ്, നിക്കോളാസിന് അറിയാം ആൻറ്റിയാണ് കിടക്കുന്നത്. അപ്പം നിക്കോളാസ് പറയുന്നത് ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങളൊരു ഈവിൾ വൺ ആണ്, എൻ്റെ ആൻറ്റി അല്ല. When we asked Aunt for strawberry jam yesterday, she said there wasn't any. അപ്പോൾ എൻ്റെ ആൻറ്റിയോട് ഞാൻ ഇന്നലെ സ്ട്രോബെറി ജാം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആൻറ്റി എന്താ പറയുന്നതെന്നറിയാവോ? സ്ട്രോബെറി ജാം ഒന്നുമില്ല, തീർന്നു പോയി എന്നാണ് പറഞ്ഞത്. ഐ നോ ദർ ആർ 4 jars ഓഫ് ഇറ്റ് ഇൻ ദ സ്റ്റോർ കബേർഡ്. എനിക്കറിയാം, പക്ഷേ 4 ജാർ സ്ട്രോബെറി ജാം എവിടെയുണ്ട്? കബേർഡിലുണ്ട്. ബിക്കോസ് ഐ ലുക്ക്, കാരണം എന്താ, ഞാനത് സെർച്ച് ചെയ്തു, ഞാൻ കണ്ടുപിടിച്ചു. ആൻഡ് ഓഫ് കോഴ്സ് യു നോ ഇറ്റ്സ് ദർ ബട്ട് ഷീ ഡസൻ. അതുപോലെ നിനക്കറിയാം അത് അവിടെ ഉണ്ടെന്ന്, പക്ഷേ ആൻറ്റിക്കറിയില്ല. ബിക്കോസ് ഷീ സെഡ് ദർ വാസ് എനി. ആൻറ്റി എന്തുകൊണ്ടാണ് സ്ട്രോബെറി ജാം തരില്ലെന്ന് പറഞ്ഞത്? കാരണം അവിടെ സ്ട്രോബെറി ജാം ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ നീ എന്താ പറയുന്നത്? സ്ട്രോബെറി ജാം എനിക്ക് തരാമെന്ന്. ഓ ഡെവിൾ, യു ഹാവ് സോൾഡ് യുവർ സെൽഫ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ നിക്കോളാസിനറിയാം ഇത് ആൻറ്റി ആണെന്നും, അതുപോലെ നിക്കോളാസിനറിയാം ആൻറ്റി ഭയങ്കര അതോറിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതുപോലെ ആൻറ്റിയോട് ചോദിച്ചു, സ്ട്രോബെറി ജാം ചോദിച്ചപ്പോൾ വേണമെന്ന് ആൻറ്റി തന്നില്ല എന്നുള്ളതൊക്കെ നമ്മുടെ നിക്കോളാസിനറിയാം. അപ്പോൾ നിക്കോളാസിന് ഇതൊന്ന് ആൻറ്റിയോട് നേരിട്ട് ചോദിച്ച് വഴക്കുണ്ടാക്കാനൊക്കെ ഇല്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയ അവസരത്തിൽ നിക്കോളാസ് അത് മുതലെടുക്കുവാണ്. There was an unusual sense of luxury in being able to talk to an ant as though was talking to the evil one. അപ്പോൾ ഈ സെൻറ്റൻസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് പറഞ്ഞ അതേ സെൻസ്. ഇപ്പോൾ അവനൊരു ഫ്രീഡം ഉണ്ട്, ഒരു സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നേരിട്ട് ആൻറ്റിയോട് ഇതൊന്നും ചോദിക്കാനൊക്കത്തില്ല. ഇപ്പോൾ ഒരു ഫ്രീഡം ഉണ്ട്, ഒരു ഈവിൾ വണ്ണോട് എന്ന രീതിയിൽ ടോക്ക് ചെയ്യുന്ന രീതിയിൽ ആൻറ്റിയാണെന്നറിയാം എങ്കിലും ഈ കാര്യങ്ങൾ ചോദിക്കാം. നിക്കോളാസ് വാക്ക് നോയ്സിലി എവേ. അപ്പം നിക്കോളാസ് ഇതെല്ലാം ചോദിച്ചിട്ട് അവനങ്ങ് നടന്നു പോയി. ആൻഡ് ഇറ്റ് വാസ് എ കിച്ചൺ മെയ്ഡ് ഇൻ സെർച്ച് ഓഫ് പാർസ്ലി. പാർസ്ലി എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് ഹെർബാണ്, ലീവ്സ് ആണത്. അത് ഫുഡിലൊക്കെ ഇടുമ്പോഴത്തേക്ക് ആ ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലീവ്സ് ആണത്. അപ്പം കിച്ചൺ മെയ്ഡ് ആ തോട്ടത്തിൽ വന്ന് പാർസ്ലി എടുക്കാൻ വേണ്ടി വന്നിരുന്നു. ആ പാർസ്ലി പിച്ചാൻ വന്ന കിച്ചൺ മെയ്ഡാണ് അവസാനം ആരെ ഹെൽപ്പ് ചെയ്യുന്നത്? ആൻറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നത്. ഹു ഇവൻച്വലി റെസ്ക്യൂഡ് ദ ആൻഡ് ഫ്രം ദ റെയിൻ വാട്ടർ ടാങ്ക്. ടീ ദാറ്റ് ഈവനിങ് വാസ് ഈറ്റൺ ഇൻ എ ഫിയേഴ്സം സൈലൻസ്. അപ്പം ഈവനിങ് എല്ലാവർക്കും ടീ സെർവ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഒരു ഭയാനകമായ ഒരു നിശബ്ദത, അതാണ് ഫിയേഴ്സം സൈലൻസ് എന്ന് പറയുന്നത്. അതിന് റീസൺ ഉണ്ട്. ദ ടൈഡ് ഹാഡ് ബീൻ അറ്റ് ഇറ്റ്സ് ഹൈറ്റ് വെൻ ദ ചിൽഡ്രൻ ഹാഡ് അറൈവ്ഡ് അറ്റ് ജഗ്ബോഗ് കോവ്. ഹൈ ടൈഡ് ആയിരുന്നു. അതുപോലെ തന്നെ ദർ ബി നോ സാൻഡ്സ് ടു പ്ലേ ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ യൂഷ്വൽ ബീച്ച് ആക്ടിവിറ്റീസിലൊന്നും അതുകൊണ്ട് തന്നെ അവർക്ക് പങ്കെടുക്കാൻ ഒത്തില്ല. ദ ടൈറ്റ്നസ് ഓഫ് ബോബീസ് ബൂട്ട്സ് ഹാഡ് ബിൻ ഡിസാസ്ട്രസ് എഫക്ട് ഓൺ ഹിസ് ടെമ്പർ ദ ഹോൾ ഓഫ് ദ ആഫ്റ്റർനൂൺ ആൻഡ് ഓൾ ടുഗദർ ചിൽഡ്രൻ കുഡ് നോട്ട് ഹാവ് ബീൻ സെറ്റ് ടു ഹാവ് എൻജോയ്ഡ് ദംസെൽസ്. അതുപോലെ ബോബിയുടെ ബൂട്ട് ഭയങ്കര ടൈറ്റായിരുന്നു, അതുപോലെ അതുകൊണ്ട് തന്നെ ഹേർട്ടിംഗ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവന് പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റീസിനും പങ്കെടുക്കാനൊത്തില്ല. അതുപോലെ തന്നെ മൊത്തത്തിൽ കുട്ടികൾ ആസ്വദിച്ച് അവരുടെ ആ ഒരു ജേർണി ആസ്വദിച്ചെന്ന് പറയാൻ കഴിയില്ല. The ant maintained the frozen muteness of one who has suffered undignified and unmerited detention in a rainwater tank for 35 minutes. ഫ്രോസൺ മ്യൂട്ട്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരവിച്ച നിശബ്ദത. അതായത് ഇപ്പോൾ ആൻറ്റിയുടെ സിറ്റുവേഷൻ എന്താ? ആൻറ്റി ആക്ച്വലി നമ്മുടെ നിക്കോളാസിന് പണിഷ്മെൻ്റൊക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്ത് ഗൂസ്ബെറി ഗാർഡനിൽ അവൻ കയറുവാണെങ്കിൽ അടുത്ത പണിഷ്മെൻറ്റ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്ന നമ്മുടെ ആൻറ്റിയുടെ സിറ്റുവേഷൻ എന്താ? റെയിൻ വാട്ടർ ടാങ്കിൽ പോയി വീഴുകയും അതുപോലെ ഒരു പ്രതികാരം ചെയ്യുന്നത് പോലെ നിക്കോളാസ് എന്ത് ചെയ്ത് ലാഡർ എടുത്ത് കൊടുക്കാതെയൊക്കെ ഇരുന്നത് കൊണ്ട് ആ 35 മിനിറ്റ്സ് ആ മഴവെള്ള ടാങ്കിൽ കിടന്ന ആ ഒരു അവസ്ഥയിൽ ആൻഡ് അങ്ങനെ ഒരു മ്യൂട്ട്നെസ്സിൽ ഒരു നിശബ്ദതയിൽ അങ്ങനെ ഇരിക്കുവാണ്.
ആസ് ഫോർ നിക്കോളാസ് ഹീ ടു വാസ് സൈലൻറ്റ്. നിക്കോളാസും സൈലൻ്റ് ആയിട്ടിരിക്കുക. എന്തുകൊണ്ടാണ്? ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് വൺ ഹൂ ഹാസ് മച്ച് ടു തിങ്ക് അബൌട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാൻ ഏറെയുള്ള ഒരാളെപ്പോലെ ഇങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ നിക്കോളാസ്. എന്തോ അവൻ ചിന്തിക്കുന്നതെന്ന് അടുത്ത പറയുന്നുണ്ട്. ഇറ്റ് വാസ് ജസ്റ്റ് പോസിബിൾ ഹി കൺസിഡർഡ്. അവൻ വിചാരിക്കുവാണ് ദാറ്റ് ദ ഹൺസ്മാൻ വുഡ് എസ്കേപ്പ് വിത്ത് ഹിസ് ഹോൺസ് വൈൽ ദ വുൾസ് ഫീസ്റ്റഡ് ഓൺ ദ സ്ട്രിക്കൺ സ്റ്റാഗ്. അപ്പം വേട്ടക്കാരൻ തൻ്റെ വേട്ടമൃഗങ്ങളുമായിട്ട് ഹണ്ടിങ് ഡോഗുമായിട്ട് രക്ഷപ്പെട്ടേക്കാമെന്നും അതുപോലെ ചെന്നായ്ക്കൾ ആ ആക്രമിക്കപ്പെട്ട മാനിനെ തിന്നേക്കാം എന്ന് അവനിങ്ങനെ ചിന്തിക്കുവാണ്. അപ്പോൾ അവൻ്റെ മനസ്സ് മൊത്തം, അവൻ്റെ ഇമാജിനേഷൻ വേൾഡ് മൊത്തം എവിടെയാണ്? ആ ടാപ്പസ്ട്രിയിലുള്ള പിക്ചറിലാണ്. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് എക്സ്പ്ലനേഷൻ. താങ്ക്